കുട്ടികൾ ഉറക്കത്തിൽ കൂർക്കം വലിക്കുക അല്ലെങ്കിൽ വായ തുറന്നുറങ്ങുക ഒക്കെ ചെയ്യുമ്പോൾ അത് അഡിനോയിഡ്സിന്റെ പ്രശ്നമാണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അഡിനോയിഡ്സ് എന്താണ്, അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്, കുറഞ്ഞ പ്രശ്നത്തിന് തന്നെ സർജറി ആവശ്യമാണോ എന്നൊക്കെയാണ് ഇന്ന് ഞാൻ പറയാൻ പോണത്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മളുടെ മൂക്കിന്റെ പുറകിൽ തൊണ്ടയുടെ മുകളിലായിട്ട് കാണുന്ന രണ്ട് സ്ട്രക്ചേഴ്സ് ആണ് അഡിനോയിഡ്സ്. രോഗപ്രതിരോധ ശേഷി കൂട്ടുക എന്നുള്ളതാണ് അഡിനോയിഡ്സിന്റെ ഫംഗ്ഷൻ. അഡിനോയിഡ്സിന് വീക്കം സംഭവിക്കുമ്പോൾ ഉറക്കത്തിൽ കൂർക്കം വലിക്കുക, വായ തുറന്നുറങ്ങുക, ശ്വാസം മൂക്കിലൂടെ വലിക്കാൻ പ്രയാസം അനുഭവപ്പെടുക, ഇടയ്ക്കിടയ്ക്ക് മൂക്കടപ്പ് വരിക, തൊണ്ടവേദന, ജലദോഷം, ചെവിവേദന വരിക, കുറച്ച് സമയത്തേക്ക് ശ്വാസം നിന്ന് സ്ലീപ്പ് അപ്നിയ പോലത്തെ കണ്ടീഷൻസ് വരിക, കുട്ടിക്ക് ഭക്ഷണം സ്ലോ ആയിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയൊക്കെ വരാറുണ്ട്. പിന്നെ കുട്ടിയുടെ പല്ല് പൊങ്ങി വന്ന് കവിളൊട്ടിയിട്ട് ഒരു അഡിനോയിഡ് ഫേഷീസ് എന്ന അവസ്ഥയും നമുക്ക് അഡിനോയിഡ് ഹൈപ്പർട്രോഫിയിൽ കാണാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ, അലർജി, ജനിതക കാരണങ്ങൾ, ക്ലൈമറ്റിലെ ചേഞ്ച് എന്നിവയൊക്കെയാണ് അഡിനോയിഡ് ഹൈപ്പർട്രോഫിയുടെ ചില കാരണങ്ങൾ. കുട്ടിക്ക് ഒരു 10 വയസ്സ് വരെയൊക്കെ നമ്മൾ സിംറ്റംസ് മാനേജ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇതിന്റെ പ്രോബ്ലം ഒരു സർജറിയിലോട്ടൊന്നും പോവാറില്ല. നിങ്ങൾ തുടർന്ന് കുറച്ച് നാളത്തേക്ക് ഹോമിയോ മെഡിസിൻസ് ഒന്ന് കുട്ടിക്ക് കൊടുത്തു നോക്കൂ. അഡിനോയിഡ് പ്രശ്നങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും.